സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിലെ മറ്റൊരു അനുഭവം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. നമുക്കെല്ലാവർക്കും ചെറുപ്പത്തിലെ വലിയൊരു ആഗ്രഹമാണ് ഈ വിമാനത്തിലൊക്കെ ഒന്ന് കയറണമെന്ന്. ചെറുപ്പത്തിൽ നമ്മൾ നോക്കുമ്പോൾ വിമാനമൊക്കെ പോകുമ്പോൾ വീടിൻ്റെ പുറത്തേക്ക് വന്ന് അത് എത്ര ഹൈറ്റിൽ കൂടിയാണ് പോകുന്നത് അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അവസരത്തിൽ എപ്പോഴും മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിമാനത്തിലൊക്കെ ഒന്ന് യാത്ര ചെയ്യണം. എങ്ങനെയായിരിക്കും ആളുകൾ വിമാനത്തിൽ പോകുന്നത് അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനുള്ള അവസരമൊന്നും നമുക്ക് ലഭിച്ചില്ല. പിന്നെ കൊച്ചച്ഛനായിട്ട് ഞാൻ പുത്തൻപീടിക സെന്റ് ആന്റണീസ് ചർച്ചിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് മൈലാപ്പൂരിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അതൊരു ചെറിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് ഇങ്ങനെയായിരുന്നു, അങ്ങോട്ട് ഫ്ലൈറ്റിൽ പോകുന്നു, തിരിച്ചു വരുമ്പോൾ ട്രെയിൻ വരുന്നു, ആ ഒരു രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ്. അപ്പോൾ ഈ കാര്യത്തിൽ എന്നോട് പറഞ്ഞു, എന്തായാലും കൊച്ചച്ഛൻ ഇതുവരെ പോയിട്ടില്ലല്ലോ, അച്ഛൻ ഈ തവണ അവരോടൊപ്പം യാത്ര ചെയ്യുക. അങ്ങനെ അന്നാണ് ആദ്യമായിട്ട് ഞാൻ വിമാനത്തിൽ കയറുന്നത്. വെറും അരമണിക്കൂറത്തെ ഒരു യാത്ര. ആ അരമണിക്കൂർ യാത്ര എൻ്റെ മനസ്സിൽ ഒത്തിരി ഓർമ്മകൾ ഉണ്ടാക്കിയ ഒരു സമയമായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു മനസ്സിലെ വലിയൊരു ആഗ്രഹം പൂർത്തീകരിച്ച നിമിഷത്തിൽ പിന്നീട് ഞാൻ വിമാനത്തിലൊന്നും യാത്ര ചെയ്യുന്ന അങ്ങനെ കൊതിച്ചിട്ടില്ല. കാരണം ഒരു അരമണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റിയല്ലോ, ആ ഒരു ആശ്വാസം നിൽക്കുന്ന സമയം. അങ്ങനെയാണ് കാരിസ്വാനിലേക്ക് ഞാൻ വരുന്നത്. കാരിസ്വാനിൽ ഇങ്ങനെ പലപ്പോഴും കാരിച്ചനും മറ്റച്ഛന്മാരൊക്കെ എയർപോർട്ടിൽ വരുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോകുന്നത് ഞാനാണ്. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ എയർപോർട്ടിൽ കാരിച്ചനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരിച്ചനെ പിക്ക് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്താണ് കാരിച്ചൻ എന്നോട് പറയുന്നത്, സഖറിയാസെ എത്രയും വേഗം പോയി പാസ്പോർട്ടൊക്കെ എടുക്കണം. പാസ്പോർട്ട് ഉണ്ടോ? എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ എത്രയും വേഗം അത് ശരിയാക്കാൻ പറ്റുമോ അത് ശരിയാക്കണം എന്ന് പറഞ്ഞു. അതിനകത്ത് എന്തിനായിരിക്കും പെട്ടെന്ന് ഈ പാസ്പോർട്ടൊക്കെ റെഡിയാക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആണ് ഇവിടെ അറിയുന്നത്, നമ്മുടെ കാരിസ്വാനിൻ്റെ നേതൃത്വത്തിൽ ഹോളി ലാൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെപ്റ്റംബർ അവസാനം, രണ്ടാമത്തതും ഒക്ടോബർ അവസാനം. അങ്ങനെ 2 ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ ബിജിലച്ചനാണ് പോകുന്നത്. അപ്പോൾ ബിജിലച്ചൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയാണ് എന്നോട് പറയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ നിലച്ചിരിക്കാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു അത് കേട്ടപ്പോൾ. കാരണം അപ്പോഴും എനിക്ക് ആശങ്കയാണ്, കാരണം പാസ്പോർട്ടൊക്കെ കിട്ടുമോ? കാരണം പല അച്ഛന്മാരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആൾ തന്നെ പറഞ്ഞു, ഇത് പലർക്കും കിട്ടിയിട്ടില്ല. പല അച്ഛന്മാർ ഇതുപോലെ ഗ്രൂപ്പുമായിട്ട് പോകാൻ വേണ്ടി കൊടുക്കുമ്പോൾ വിസയ്ക്ക് കൊടുക്കുമ്പോൾ റിജക്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛൻ പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കുക, നമുക്ക് നോക്കാം, കിട്ടുവാണെങ്കിൽ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ അച്ഛന് പോകാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ചിലപ്പോൾ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിലാണ് ഞാൻ പോയത്. കാരണം അമിതമായ പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ അത് നടന്നില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു ദുഃഖമായിട്ട് മാറും. കാരണം ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല ഹോളി ലാൻഡിൽ പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ പാസ്പോർട്ടിന് അപേക്ഷിച്ചു. ദൈവാധീനം എന്ന് പറയാം, ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് പാസ്പോർട്ട് ലഭിച്ചു. അത് കഴിഞ്ഞ് വിസയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ആദ്യമേ ഇത് ഓർഗനൈസ് ചെയ്യുന്ന റിയ ട്രാവൽസിലെ റിച്ചറിന് എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യമേ ഗ്രൂപ്പ് വിസയിലൊന്ന് അപ്ലൈ ചെയ്യാം. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് മറ്റു മാർഗങ്ങൾ തേടിയാൽ മതി. ഓക്കെ, എന്തായാലും അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. ആള് വന്ന് എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ കാര്യത്തിൽ എന്താണെന്നറിയില്ല, ഭയങ്കര ദൈവാധീനമാണല്ലോ. ഇതുപോലെ ഗ്രൂപ്പ് വിസയ്ക്ക് കൊടുക്കുമ്പോൾ എന്നെക്കാളും പ്രായം കൂടിയ ആൾക്കാർക്ക് പോലും റിജക്റ്റ് ആയപ്പോൾ അച്ഛന് ഇതാ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, പേടിക്കേണ്ട, ഫസ്റ്റ് ഗ്രൂപ്പിൽ അച്ഛന് പോകാം, ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരേ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, ദൈവം നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് നനച്ചിരിക്കാത്ത സമയത്ത് കിട്ടുന്ന ഒരു അനുഭവമായിരിക്കും. അത് കിട്ടുമ്പോൾ അതിൻ്റെ മാധുര്യം എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് അത് അനുഭവിക്കുന്നവർക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നനച്ചിരിക്കാതെ കിട്ടിയ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന വിഷയങ്ങൾ അതൊക്കെ ഒന്ന് ചെരീഷ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ആലോചിച്ച് ദൈവത്തിന് നന്ദി പറയാനുള്ള നിമിഷം. ഹോളി ലാൻഡ് ട്രിപ്പ്, അതും 10 ദിവസത്തെ ഒരു പ്രോഗ്രാം, ഞാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത്, യേശു ജനിച്ച് വളർന്ന ആ സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്നത് അതേപോലത്തെ ഒരു അനുഭവം. എന്തായാലും എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. പെട്ടെന്ന് ദൈവം ആയിട്ട് കാരിച്ചനിലൂടെ പ്രവർത്തിച്ചു, എനിക്ക് അവിടെ പോകാൻ സാധിച്ചു. ഇപ്പോൾ ബൈബിളിൽ കുറേ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നനച്ചിരിക്കാത്ത അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ഒത്തിരിയേറെ വ്യക്തികൾ. പഴയ നിയമപുസ്തകത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അബ്രഹാം തന്നെ ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. വാർദ്ധക്യത്തിലാണ് ദൈവം ആ മനുഷ്യൻ്റെ കുഞ്ഞിനെ നൽകുന്നത്. പിന്നീട് ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്, അനേകം തലമുറകളുടെ പിതാവായി വായിക്കുന്നു. ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച മനുഷ്യന് ദൈവം നനച്ചിരിക്കാത്ത ഒരു അനുഗ്രഹമായിട്ട് കൊടുക്കുന്ന വാഗ്ദാനം പറയുന്നത് അനേകം തലമുറയുടെ പിതാവായിട്ടിരിക്കാനുള്ള ഭാഗ്യം. പിന്നെ മോശയിലേക്ക് വരികയാണ്, നമുക്ക് കാണാം, ഒരു ആട്ടിടയനായിരുന്ന വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത എന്തിനു വേണ്ടിയാണ്?
ഇസ്രായേൽ ജനതയെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി ഒരു വിമോചകനായിട്ട് മോശയെ തിരഞ്ഞെടുത്തു. നനച്ചിരിക്കാത്തൊരു അനുഗ്രഹമായിരുന്നു മോശയെ സംബന്ധിച്ചത്. ദാവീദ് രാജാവിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഒരു ആട്ടിടയനായിരുന്നു. സ്വന്തം സഹോദരങ്ങൾ പോലും ഒരു രാജാവാകാൻ പറ്റിയ ആകാര വടിവുള്ളവരായിരുന്നു. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണ്? ദാവീദ് രാജാവിനെയാണ്, അല്ലേ? ഒരു ആട്ടിടയൻ കണ്ടു കഴിഞ്ഞാൽ പോലും ഒരു കുഞ്ഞിന്റെ ഭാവമുള്ള ഒരു വ്യക്തി. പക്ഷേ ഗോലിയാത്ത് എന്ന മല്ലനെ തോൽപ്പിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ഈ ഒരു കൊച്ചു പയ്യനെയാണ്. ദൈവത്തിന്റെ പ്രവർത്തനം അതുപോലെ തന്നെയാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കാരണം ഈ ഇസ്രായേൽ ജനതയിലെ എല്ലാ യുവതികളും ആഗ്രഹിച്ച ഒരു കാര്യമാണ്, കന്യകമാര് ആഗ്രഹിച്ച കാര്യമാണ്, ഞങ്ങളുടെ ഉദരത്തിൽ ആ രക്ഷകൻ വന്ന് പിറക്കണം. പക്ഷേ മറിയത്തിന്റെ ജീവിതത്തിലാണ് ആ ഒരു ഭാഗ്യം വന്ന് കിട്ടിയത്. ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിക്കുവാനുള്ള ആ ഭാഗ്യം പരിശുദ്ധ കന്യകാമറിയത്തിനാണ് ലഭിക്കുന്നത്. അതുപോലെ പത്രോസ് ശ്ലീഹായെ എടുക്കുക. മത്സ്യത്തൊഴിലാളിയായിരുന്ന ഒരു വ്യക്തി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യമായിട്ട് യേശുവിന്റെ ശിഷ്യനാകുവാൻ സാധിച്ചു. മാത്രമല്ല പിന്നീട് സഭയുടെ അടിസ്ഥാന ശിലയായിട്ട് മാറുവാൻ പത്രോസിനെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ക്രൈസ്തവർക്കെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ്, പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ പിന്നീട് ആ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത ഒരു വ്യക്തിയാക്കി പൗലോസ് ശ്ലീഹായെ ദൈവം മാറ്റി. അപ്പോൾ നിലച്ചിരിക്കാത്ത അനുഗ്രഹങ്ങൾ അവരുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നിലച്ചിരിക്കാത്ത നിമിഷങ്ങളിൽ ദൈവത്തിന് അനുഗ്രഹം പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മൾ പോലും ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് ദൈവത്തിന് നമ്മൾ ഉയർത്തുവാൻ സാധിക്കും. അവിടെയാണ് ദൈവത്തിന്റെ പരിപാലനം നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നത്. ദൈവം എത്രമാത്രം നമ്മൾ കരുതുന്നു, ദൈവം എത്രമാത്രം നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ ഹോളി ലാൻഡ് ട്രിപ്പ് ഞാൻ പോലും ആഗ്രഹിച്ച ഒരു സംഭവമല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകി. ആ സെപ്റ്റംബർ അവസാനം പോയ ആ ഗ്രൂപ്പിൽ എനിക്ക് പോകാൻ സാധിച്ചു. ഒക്ടോബർ അവസാനത്തേക്കാണ് എന്നെ മാറ്റി നിർത്തുന്നതെങ്കിൽ ഒരിക്കലും പോകാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഉടനെ തന്നെ അവിടെ യുദ്ധം ആരംഭിച്ചു. അത് രണ്ടാമത്തെ ട്രിപ്പ് ക്യാൻസലായിപ്പോയി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യമായിരുന്നു ആ ഹോളി ലാൻഡ് ട്രിപ്പ്. ഞങ്ങൾ വന്ന രണ്ടാമത്തെ ദിവസമാണ് അവിടെ ബോംബ് വീഴുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നീട് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഹോളി ലാൻഡിലേക്ക് പോകാൻ പോലും അവസരം ലഭിക്കില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും നനച്ചിരിക്കാത്ത നിമിഷങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിലച്ചിരിക്കാത്ത നിമിഷങ്ങളിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടാവും. അതൊക്കെ പങ്കുവെക്കുക, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അതൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്കും ചിന്തിക്കാനുള്ളൊരു അവസരമായിട്ട് മാറുന്നു. ഹോളി ലാൻഡിൽ പോയപ്പോൾ ഒത്തിരി രസകരമായ സംഭവങ്ങളൊക്കെ അരങ്ങേറി. അത് അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതിനു മുമ്പ് ഇത് നിങ്ങളോട് പങ്കുവെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതുപോലെ നനച്ചിരിക്കാത്ത അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ അത് അവരെയും ആ ഒരു തലത്തിലേക്ക് ചിന്തിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ്. അതിന് ഈ വീഡിയോയും നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.